ഈ ഗവൺമെന്റ് പ്രോജക്റ്റുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ, എന്താണ് വഴി? ഗവൺമെന്റ് പ്രോജക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അറിയണം. അതായത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എവിടെ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്തായാലും ഇല്ലാണ്ടിരിക്കുക. കാരണം ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ നാട്ടിലത്തെ ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് നമ്മൾ പോയി നോക്കിയിട്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാവും. ടെക്നോളജി അവിടെ ഇല്ലാത്തത് കൊണ്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു ബേസ് മോഡൽ ഉണ്ടാക്കി കൊടുക്കുക. മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്നാണ് പറയാം, MVP. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക, ഷോക്കേസ് ചെയ്യുക. അപ്പോൾ അവർക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ബെറ്റർ ആവും, അവരെ പ്രോസസ്സെല്ലാം എളുപ്പമാവും എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അത് എന്തായാലും ആക്സെപ്റ്റഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം കോളേജിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് കോളേജിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഇങ്ങനെ അയക്കുന്ന വിധത്തിലാക്കുക. അതാകുമ്പോൾ കൂടുതൽ എക്സ്പോഷർ അല്ലെങ്കിൽ കൂടുതൽ പരിഗണന കിട്ടും. അപ്പോൾ കൂടുതൽ മാക്സിമം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഓരോ ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ ഏത് സെക്ടറിലായിക്കോട്ടെ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ ആ പ്രോബ്ലത്തിനെ മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നല്ലൊരാളെ കൊണ്ട് അതിനെ അപ്രോച്ച് ചെയ്യിപ്പിക്കുക. നല്ലൊരാളെ കൊണ്ട് അപ്രോച്ച് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിലുള്ള ഓരോ എംപ്ലോയീസിനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് മാക്സിമം നമ്മൾ പുഷ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ കിട്ടും. പിന്നെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത്, ഇനോഗ്രേഷൻ്റെ സമയത്ത് നമ്മളെ കണ്ണൂർ കളക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ ഏകദേശം 2 crore സോഫ്റ്റ്വെയർസ് എല്ലാം ഉണ്ടാക്കാനുള്ള ടെൻഡേഴ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് അത്രയും സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാനുണ്ട്. അതായത് ഗവൺമെന്റ് സെക്ടറിൽ വേണ്ടി വരുന്നുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ അധികം ആൾക്കാർ ചിന്തിക്കാത്തൊരു കാര്യമാണ്. പഠിക്കുന്ന സമയത്ത് ഫ്രീലാൻസ് വർക്കെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ആവശ്യമായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതെപ്പോൾ ലൈവായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ പോവുകയാണെങ്കിലും എന്നാൽ പ്ലേ സ്റ്റോർ എടുത്ത് നോക്കോ, ആപ്പ് സ്റ്റോർ എടുത്ത് നോക്കോ, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമ്മളെ പ്രൊഡക്റ്റ് കാണാൻ പറ്റും. ആ ഒരു എക്സ്പോഷർ വേറെ തന്നെയാണ്. ഞാൻ പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഇൻ്റർവ്യൂക്ക് പോയി കഴിഞ്ഞാലും ഞാൻ ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റാണ് ഇന്ന് വെബ്സൈറ്റിൽ കയറി കാണാൻ പറ്റും, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്തതിനെ കാണാൻ പറ്റും എന്നിട്ട് നമ്മളത് ഭയങ്കര എക്സ്പോഷർ ആയിട്ടുള്ളൊരു കാര്യമാണ്.